സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ ഇവിടെ എന്താ വെച്ചാൽ ഓട്ടോമേഷൻ ഗേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോമേഷൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് സ്ലൈഡിംഗ് ആണ് വരുന്നത്. നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വെക്കുന്ന സിൻഡെക്സ് ബോക്സുകൾ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിൻഡെക്സ് ബോക്സൊക്കെ നമ്മൾ കൺസീൽ ചെയ്തിട്ട് വെക്കുന്നത്. കാരണം ഫ്രണ്ട് ഏരിയയാണ്. കാരണം ഈ കാണുന്ന റോഡ് വക്കത്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് സിൻഡെക്സ് ബോക്സ് വല്ലാതെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തികേടല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ കൺസീൽ ചെയ്തിട്ടാണ് കംപ്ലീറ്റ് കയറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കേബിളൊക്കെ ആയിക്കൂടി കയറിയിട്ടാണ് നേരെ ടി വി യൂണിറ്റിൻ്റെ അവിടേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ ഓട്ടോമേഷൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോമേഷൻ്റെ വയറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇട്ടെന്നുള്ളതൊക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓട്ടോമേഷൻ വയർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗേറ്റ്, ഡോർബെല്ല് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടോ. ഇവിടെ വരുന്നത് ഓട്ടോമേഷൻ ഗേറ്റിനുള്ള സിൻഡെക്സ് ബോക്സ് ആണ്. അപ്പോൾ ഈ സിൻഡെക്സ് ബോക്സ് ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് പാനലിലേക്ക് കൊടുക്കാം. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു മെയിൻ്റനൻസ് എന്തെങ്കിലും വരുന്ന സമയത്ത് അതൊരു ഡാമേജ് എന്തെങ്കിലും കംപ്ലയിൻറ്റും കാര്യങ്ങളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സിൻഡെക്സ് ബോക്സ് കയറ്റിയിട്ട് നേരെ പാനലിലേക്ക് വിടണം കേട്ടോ. പാനൽ പറഞ്ഞാൽ ഒറ്റ മോട്ടർ വരിക. മോട്ടറിൻ്റെ ഉള്ളിലാണ് ഇത് കംപ്ലീറ്റും കണക്ട് ചെയ്യുക കേട്ടോ. ഇതിൽ നിന്ന് ആ ഗേറ്റിൽ നിന്ന് ഈ ഗേറ്റിൽ നിന്ന് ഒരു സെൻസർ വയർ വരുന്നുണ്ട്. അത് നമ്മൾ കാറ്റ് 6ൻ്റെ ഇതേപോലെ തന്നെ UG തന്നെ ഇടുന്നു കേട്ടോ. ഈ UG കേബിളിനെ നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ.